അടിമാലി ടൗണിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹൈസ്കൂളിന്റെ കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചുമാറ്റണമെന്ന ഉത്തരവിനെ അട്ടിമറിക്കുവാൻ ശ്രമം നടക്കുന്നതായ ആക്ഷേപം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ 8 വർഷം മുമ്പ് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ കെട്ടിടം വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തി പുതുക്കിപ്പണിയാനാണ് നീക്കം നടക്കുന്നത്. പുതുക്കിപ്പണിയുവാൻ അനുവദിച്ച 50 ലക്ഷം രൂപ കൊണ്ട് മറ്റൊരു കെട്ടിടം നിർമ്മിക്കണമെന്നാണ് ആവശ്യം. അടിമാലി ടൗണിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹൈസ്കൂളിന്റെ ഒരു പ്രധാന കെട്ടിടം കാലപ്പഴക്കത്താൽ പൊളിച്ചുമാറ്റണമെന്ന ഉത്തരവിനെ അട്ടിമറിക്കാനാണ് ശ്രമം നടക്കുന്നതായി ആക്ഷേപമുയരുന്നത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ 8 വർഷം മുമ്പ് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട സ്കൂൾ കെട്ടിടം വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തി പുതുക്കിപ്പണിയാനാണ് നീക്കം നടക്കുന്നത്. ഇതിന്റെ പേരിൽ 1/2 കോടി രൂപ ചിലവഴിക്കാനുമാണ് ശ്രമം നടക്കുന്നത്. ഈ കെട്ടിടം പുതുക്കി നിർമ്മിക്കുവാൻ NOC വേണമെന്നാവശ്യപ്പെട്ട് സ്കൂളിലെ ഒരു വിഭാഗം അധ്യാപകർ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കത്ത് നൽകി. എന്നാൽ സ്കൂൾ കമ്മിറ്റിയോ സ്കൂൾ അധികൃതരോ അറിയാതെയാണ് ഇത്തരത്തിലൊരു കത്ത് നൽകിയിരിക്കുന്നതെന്നും ആക്ഷേപമുയരുന്നുണ്ട്. സ്കൂളിലെ 1-2 അധ്യാപകരുടെ നേതൃത്വത്തിലാണിപ്പോൾ NOC ലഭിക്കുന്നതിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ഈ കെട്ടിടം പുതുക്കി പണിയുന്നതിന് 50 ലക്ഷം രൂപ അനുവദിച്ചു. ടെൻഡർ നടപടികളും പൂർത്തിയായി. ഒരു കരാറുകാരൻ നിർമ്മാണം ഏറ്റെടുത്തു. എന്നാൽ പുതുക്കി പണിയുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി ആവശ്യമാണ്. ഇതിനായി അപേക്ഷ നൽകിയപ്പോഴാണ് സ്കൂൾ അധികൃതർ പോലും ഈ വിവരം അറിയുന്നത്. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ കവാടത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ഇടതുഭാഗത്ത് കാണുന്ന കെട്ടിടമാണ് കാലഹരണപ്പെട്ടത്. തകരഷീറ്റ് മേഞ്ഞ കെട്ടിടത്തിൽ ചോർച്ച പതിവാണ്. കരിങ്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ പില്ലറുകളും തകർന്ന നിലയിലാണ്. ഈ കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും ഏതു നിമിഷവും തകരുമെന്ന അവസ്ഥയിലാണെന്നും 2017 ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അന്നത്തെ ഹെഡ്മാസ്റ്റർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അടിയന്തരമായി ഈ കെട്ടിടം പൊളിച്ചു നീക്കണമെന്നും റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഈ വിവരം മറച്ചുവെച്ചാണിപ്പോൾ സ്കൂൾ അധികൃതർ ഈ കെട്ടിടം വീണ്ടും പുതുക്കി നിർമ്മിക്കുന്നതിന് നീക്കം നടത്തുന്നത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. അപകടാവസ്ഥയിലുള്ള കാലപ്പഴക്കം ചെന്ന പഴയ കെട്ടിടം പുതുക്കി നിർമ്മിക്കാതെ പകരം ഫണ്ടുപയോഗിച്ച് മറ്റൊരു സ്കൂൾ കെട്ടിടം നിർമ്മിക്കണമെന്നും BJP അടിമാലി മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവ് ആവശ്യപ്പെട്ടു. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 75 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങിൽ അത് പൊളിച്ചു നീക്കണമെന്ന് 2017 ഉത്തരവുണ്ടായിട്ടും ആ ഉത്തരവിനെ മറികടന്ന് ഇപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുവാനായിട്ട് 50 ലക്ഷം രൂപ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും വകയിരുത്തുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു NOC വർക്കിനാവശ്യമായ NOC പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ആവശ്യമായിട്ടുള്ളതാണ്. ഇത് ഒരു വിഭാഗം അധ്യാപകർ മാത്രം കരുതിക്കൂട്ടി നടത്തുന്ന ഒരു നീക്കമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 50 ലക്ഷം രൂപ ഇത് മെയിൻ്റനൻസ് നടത്തുന്നതിന് പകരം അവിടെ പുതിയൊരു ബിൽഡിങ്, പഴയ ബിൽഡിങ് പൊളിച്ചു മാറ്റി പുതിയൊരു ബിൽഡിങ് പണിയണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ലാത്ത പക്ഷം ഇത് ഞങ്ങൾ സമരപരിപാടിയിലേക്ക് മുന്നോട്ട് പോകുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അറിയിക്കുകയാണ്. അടിമാലി സർക്കാർ ഹൈസ്കൂൾ 75 വർഷം മുമ്പ് ആരംഭിച്ചതാണ്. സ്കൂളിന്റെ ആദ്യഘട്ടങ്ങളിൽ നിർമ്മിച്ച കെട്ടിടങ്ങളിലൊന്നാണിപ്പോൾ കാലഹരണപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്നത്. ഈ കെട്ടിടത്തിലാണിപ്പോൾ വീണ്ടും പുതുക്കി നിർമ്മിക്കുവാൻ നീക്കം നടത്തുന്നത്. ഇഴജന്തുക്കളുടെ ശല്യവും ഇതേ കെട്ടിടത്തിൽ പതിവാണ്. എന്നാൽ സ്കൂളിന്റെ പ്രധാന ഓഫീസ് സമുച്ചയത്തിന് മുൻഭാഗത്തുള്ള ഈ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നും അനുവദിച്ചിട്ടുള്ള 50 ലക്ഷം രൂപ കൊണ്ട് മറ്റൊരു കെട്ടിടം പുതുക്കി 2 നിലയായി നിർമ്മിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ലക്ഷങ്ങൾ ചിലവഴിച്ച ഓഡിറ്റോറിയം നിർമ്മാണത്തിൽ വലിയ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഓഡിറ്റോറിയത്തിന്റെ പണികൾ ഇപ്പോഴും പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. ഇതിന് പിൻഭാഗത്തുള്ള പഴയ കെട്ടിടം പൊളിച്ച് അവിടെ 2 നിലയായി നിർമ്മിക്കുകയാണെങ്കിൽ അടുക്കള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സൗകര്യം ലഭിക്കുമെന്നും ഒരു വിഭാഗം അധ്യാപകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.